ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് അധ്യാപനം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അധ്യാപനം ഏറ്റവും മഹനീയവും വിജ്ഞാനദായകവുമാണ്. വിജ്ഞാനം, അറിവ് നേടുക എന്നതാണ് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ. നമ്മളെപ്പോഴാണ് മരിക്കുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ അറിവ് നേടാതിരിക്കുമ്പോൾ, പഠനം പൂർണ്ണമായി ഉപേക്ഷിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ മരണപ്പെട്ടു പോകുന്നത്. അധ്യാപനം ഏറ്റവും രസകരമായ രീതിയിൽ കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്ന് നമുക്ക് സംസാരിക്കാം. അതായത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ അധ്യാപകൻ വെറുതെ പുസ്തകം വായിച്ച് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ, വെറുതെ ഒരു അറിവ് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുമ്പോൾ അവരത് പലപ്പോഴും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും കോളേജുകളിൽ പഠിക്കുന്നവരായാലും കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളായാലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അധ്യാപകർ അത് വേണ്ട രീതിയിൽ അതിൻ്റെ അകത്തെ കുറച്ച് പോയിൻറ്റ്സുകൾ ആസ്പദമാക്കി കുറച്ച് പ്രിപ്പറേഷനോട് കൂടി ക്ലാസ്സുകളിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ ചില പോയിൻറ്റ്സുകൾ എഴുതി വെച്ച്, ചില പോയിൻറ്റ്സുകൾ അണ്ടർലൈൻ ചെയ്ത്, ചില പാർട്ടുകൾ കൃത്യമായി പഠിക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞുകൊണ്ട്, ചില ഗെയിമുകളിലൂടെ, ചില ആകർഷകമായ സിനിമ ഡയലോഗുകളിലൂടെ ഒക്കെ കുട്ടികളിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അവരത് പെട്ടെന്ന് ഓർത്തിരിക്കും. ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആകുമ്പോൾ കുട്ടികളുമായിട്ട് നല്ലൊരു ബന്ധം അധ്യാപകൻ കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. കുട്ടികളുടെ ജീവിത പ്രശ്നങ്ങൾ അവരോട് ചോദിച്ചറിയുകയും അവർക്ക് കൃത്യമായൊരു അഡ്വൈസ് കൊടുക്കുകയും, അങ്ങനെ നല്ലൊരു മാതൃകയുള്ള ഒരു അധ്യാപകനായി അല്ലെങ്കിൽ ഒരു അധ്യാപികയായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. പുസ്തകങ്ങളിൽ നിന്ന് മാത്രം അറിവ് പകർന്നു കൊടുക്കാതെ സമൂഹത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നുമൊക്കെ നമുക്ക് അറിവ് പകർന്നു കൊടുക്കാൻ സാധിക്കണം. അതുവഴി ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ നല്ല രീതിയിൽ തരണം ചെയ്തുകൊണ്ട് നാളെയുടെ ഭാവിയായിട്ട് പുതിയ തലമുറ മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. പുസ്തകങ്ങൾ വെറുതെ വായിച്ചു കൊടുക്കാതെ അതിലെ അറിവുകൾ വളരെ ക്രമീകരിച്ചുകൊണ്ട്, വളരെ ബൗദ്ധികമായി ചിന്തിച്ചുകൊണ്ട്, വളരെ രസകരമായി എങ്ങനെ കുട്ടികളിലേക്ക് ആവിഷ്കരിക്കാൻ സാധിക്കുമെന്ന് ഓരോ അധ്യാപകനും ചിന്തിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. സ്കൂൾ കുട്ടികളാകുമ്പോൾ അവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം പുലർത്തുവാൻ അധ്യാപകർ ശ്രമിക്കുക. അതുപോലെ കോളേജ് തലങ്ങളിലേക്ക് എത്തുമ്പോൾ പുസ്തകങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാതെ പുസ്തകങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ മനസ്സിലാക്കി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാനും, കൃത്യമായിട്ടുള്ളൊരു മാർഗനിർദ്ദേശം കൊടുത്ത് കൃത്യമായൊരു ലെക്ചർ നോട്ട് കൊടുക്കുവാനും, അത് കുട്ടികൾക്ക് പഠിക്കുവാനും, അതിലൂടെ കുട്ടികൾ മികച്ച വിജയം കൈവരിക്കാനും സാധിക്കണം. വെറുതെ കുട്ടികൾക്ക് പഠിക്കുന്നതൊരു ബുദ്ധിമുട്ടായി മാറാതെ പഠനം ഒരു രസകരമായ കാര്യമായിട്ട് മാറ്റിയെടുക്കുന്നത് ഒരു അധ്യാപകൻ്റെ കഴിവ് തന്നെയാണ്. ആ കഴിവ് ഓരോ അധ്യാപകനും വേണ്ട വിധത്തിൽ പ്രയോഗിക്കണം. പുസ്തകങ്ങളെ അധ്യാപകൻ തന്നെ സ്നേഹിക്കണം, കുട്ടികളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. പുസ്തകങ്ങളെ നാം ഒരു കൂട്ടുകാരിയായി കൂടെ കൊണ്ടു നടക്കുവാൻ ശ്രമിക്കണം. കൂടുതൽ വിജ്ഞാനദായകമായ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.